വിവാദങ്ങൾക്കിടെ NSS വാർഷിക പ്രതിനിധി സഭ ഇന്ന് പെരുന്നയിൽ ചങ്ങനാശ്ശേരിയിൽ നടക്കുകയാണ്. രാഷ്ട്രീയ നിലപാടിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ യോഗത്തിൽ വിശദീകരണം നൽകാൻ സാധ്യതയുണ്ട്. അതേസമയം ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് നിലപാട് വിശദീകരിക്കാൻ ഇന്ന് വൈകുന്നേരം കോട്ടയത്ത് UDF കൺവെൻഷൻ ചേരും. പ്രതിപക്ഷ നേതാവ് VD സതീശനും UDF കൺവീനർ അടൂർ പ്രകാശും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ടോബി ജോൺസൺ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ചേരുകയാണ്. ടോബി, പെരുന്നയിൽ സാധാരണഗതിയിൽ പെരുന്നയിലെ പ്രതിനിധി സഭ എന്ന് പറയുന്നത് അതിനകത്ത് വലിയ വാക്കുതർക്കമൊന്നും ഉണ്ടാകാറില്ല. വാക്കുതർക്കം ഉണ്ടായാൽ ഈ തർക്കിക്കുന്ന ആളിന് മിക്കവാറും അവിടെ സ്ഥാനം ഉണ്ടാകത്തുമില്ല. അതാണ് പതിവ് രീതി. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി BJP ഒക്കെ വേരി പിടിക്കുന്ന ഒരു കരയോഗ ചുറ്റുപാടിൽ സുകുമാരൻ നായർക്കെതിരെ ശബ്ദമുയരാൻ സാധ്യതയുണ്ടോ? SKN, ഗുഡ് മോർണിംഗ്. എന്തായാലും ഒന്നും പറയാൻ സാധിക്കാത്ത ഒരു അവസ്ഥ തന്നെയാണ്. സാധാരണ ഇത്തരത്തിലുള്ള ഒരു യോഗം ചേരുന്നത് വാർഷിക ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ്. നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന അറിയിപ്പ് പ്രകാരവും 2023-24 വർഷത്തെ ആ ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി പത്രമാണ് ഇന്ന് ചർച്ച ചെയ്യാനുള്ള പ്രധാന അജണ്ടയായിട്ട് വരുന്നത്. അതിനപ്പുറത്തേക്ക്, ഈ ബജറ്റിനപ്പുറത്തേക്കുള്ള ചർച്ചകളിലേക്ക് കടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ രാഷ്ട്രീയ നിലപാട് മാറ്റമാണ്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ കുറേ നാളുകളായി സമദൂരമാണ് NSS കൈക്കൊണ്ടിരുന്ന ഒരു നിലപാട്. അതിൽ നിന്നും വ്യത്യസ്തമായി സമദൂരത്തിലും ശരിദൂരമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് LDFനും സർക്കാരിനും, നിലവിലെ സർക്കാരിനും ഒരു പിന്തുണ സുകുമാരൻ നായർ നൽകിയിരിക്കുന്നത്. അതും ശബരിമല വിഷയത്തിലാണ്. ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിന് പൂർണ്ണ പിന്തുണ നൽകിയ അദ്ദേഹം സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിച്ച നിലപാടുകളും ശരിയാണെന്ന് പറഞ്ഞു വെക്കുന്നിടത്താണ് LDFന് അനുകൂലമായിട്ടുള്ള, സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടായി മാറിയത്. ആ നിലപാട് മാറിയത് അതുകൊണ്ട് തന്നെയാണ് ചില പ്രതിഷേധങ്ങൾ അങ്ങിങ്ങായി ഉയർന്നു വന്നതും നമ്മൾ കണ്ടതാണ്. പത്തനംതിട്ടയിൽ പേര് വെക്കാതെയാണെങ്കിലും രണ്ടിടത്ത് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ചങ്ങനാശ്ശേരിയിൽ 4 പേർ രാജിവെച്ചു. അതുപോലെ തന്നെ എറണാകുളത്ത് അവിടുത്തെ ഒരു കരയോഗം പരസ്യമായി വാർത്താ സമ്മേളനം നടത്തി അത് തങ്ങളുടെ നിലപാടല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു വ്യാപകമായ പ്രതിഷേധം എന്തായാലും ഈ സുകുമാരൻ നായരുടെ ഈ നിലപാടിനെതിരെ ഈ NSSനുള്ളിൽ ഉയർന്നു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്നലെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് തൻ്റെ നിലപാട് ശരിയാണെന്നാണ് ഭൂരിഭാഗം NSSലുള്ള ആളുകളും പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പൊതുസമൂഹവും തൻ്റെ നിലപാട് ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് അദ്ദേഹം നമ്മളോടും പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു വിശദീകരണം അംഗങ്ങൾക്ക് നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എന്തായാലും സുകുമാരൻ നായർ എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്നത്തെ പ്രസംഗത്തിൽ ബജറ്റ് സംബന്ധിച്ചുള്ള ചർച്ചയാണെങ്കിലും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് ശേഷം ഒരു വിശദീകരണം നൽകാനുള്ള സാധ്യതയുണ്ട്. അതിൽ ആരെങ്കിലും പ്രതിഷേധം ഉന്നയിക്കുമോ എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടായത് കോൺഗ്രസിനും UDFനുമാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ NSSുമായി അടുത്ത് നിന്നവർ തങ്ങളാണെന്ന് UDF പറയുമ്പോൾ NSSന്റെ ഈ നിലപാട് മാറ്റം അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് കോട്ടയത്ത് ഒരു വിശദീകരണ യോഗം, ഒരു കൺവെൻഷൻ നടത്താൻ UDF തീരുമാനിച്ചിരിക്കുകയാണ്. അതിൽ ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുണ്ടായ രാഷ്ട്രീയ നിലപാട് വിശദീകരിക്കാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് നേരിട്ട് വരുന്നു, ഒപ്പം തന്നെ UDF കൺവീനർ നേരിട്ട് വരുന്നു. ഈ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ കോട്ടയം ജില്ലയിലേക്ക് എത്തുമ്പോൾ ആരെങ്കിലും നേരിട്ട് സുകുമാരൻ നായരെ പോയി കണ്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണുമോ എന്ന് നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട്. അങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള ഒരു വേദി ഒരുങ്ങുമോ എന്ന് നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട്. ആരും തന്നെ ഇതുവരെ ഒരു സമവായത്തിന്, ഒരു ചർച്ചയ്ക്ക് തന്നെ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം സുകുമാരൻ നായർ പറഞ്ഞിരുന്നു. ആരും അതിനുവേണ്ടി ഇങ്ങോട്ട് വരണ്ടെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ കാര്യങ്ങൾ മാറി മറിയും? ഇന്നത്തെ ദിവസം വളരെ നിർണായകമാണ് കോട്ടയം ജില്ലയെ സംബന്ധിച്ചും. SKN. ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.